എന്തു അമ്മ നാമം ചെല്ലണ്ടേ? നാമം ചെയ്യാ. ഞാനേ തുണികൾ മടക്കാണ്. വിളക്കൊളുത്തി വന്ന് തുണികൾ മടക്കാണ്. ടോപ്പ് മടക്കുക. പിന്നെ എന്താ ഇന്ന് പഠിച്ചോ കുട്ടി? എന്താ പൊളിറ്റിക്കൽ സയൻസ് മറ്റേ എന്താണ് എൻ്റെ വിഷയത്തിൻ്റെ പേരെന്താ കൂട്ടാ? ഇന്ത്യൻ ഫോറിൻ പോളിസി. ഇന്ത്യൻ ഫോറിൻ പോളിസി അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് ശബ്ദം നന്നായിട്ട് വരുന്നുണ്ട് അലാറടിക്കണേൻ്റെ. ഇന്ത്യൻ ഫോറിൻ പോളിസി പഠിച്ചു കഴിഞ്ഞു. എത്രാമത്തെ മൊഡ്യൂളായി? 5ാമത്തെ മൊഡ്യൂളായി. 5ാമത്തെ മൊഡ്യൂൾ. ഓക്കെ. മോന് എക്സാം ആവാറായിട്ടോ. മാർച്ചിലാണ്. ഒരു വിഷയമല്ലേ എഴുതാറുള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ എന്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുമോ? ഞാൻ ഇടയിൽ വല്യമ്മയ്ക്ക് ഡോക്ടറെ കാണിക്കാൻ പോയിണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്തേ, ഉറങ്ങിയോ അതോ? പാട്ട് കേട്ടു. ഏത് പാട്ടാ? മറ്റേ മുഴുവൻ പഠിച്ചിട്ടില്ല. ഏത് പാട്ടാ? അമ്മ മനസ്സ് തങ്ക മനസ്സ്. എത്ര പേര് പഠിച്ചു? 3 വരികളെ പഠിച്ചിട്ടോ. 3 വരി? അത്രയൊന്നും ഒരു കിട്ടുന്നത് മതി. തെറ്റിയാ തെറ്റട്ടെ, സാരില്ല, അമ്മയല്ലേ. അമ്മ മനസ്സ് തങ്ക മനസ്സ്. അപ്പൊ ഇന്നലെ തങ്ക മനസ്സ് എന്നുള്ള ആദ്യം പാടിയത്. ശരി, ഓർമ്മയില്ല. തങ്ക മനസ്സ് തന്നെയാ. ശരിയാ. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോയേ നീന്തിരുനടലിൽ വന്ന് നിന്നായും അമ്പാടി പൈക്കിടാവ് കോടിപ്പാവൊടുത്ത് കണിൽ താഴവുമായി വിഷു കൈ നീട്ടമിൻ തരുമോ? ഇത്ര അറിയൂയോ? എന്താന്ന് ഒന്നുകൂടി അമ്മ മനസ്സ് അല്ല, എന്താണ് തങ്ക മനസ്സ് അമ്മ മനസ്സ്? തങ്ക മനസ്സ് അമ്മ മനസ്സ്. ഞാനാണ് തങ്ക മനസ്സ് അമ്മ മനസ്സ്. അണ്ട എന്റെ മനസ്സ് തങ്ക മനസ്സാ. ശരി, സമ്മതിച്ചു. സമ്മതിക്കാൻ തരും മടി. സമ്മതിച്ചു. നിന്നെ ഞങ്ങൾ പൊന്നു പോ നോക്കണ്ടടാ. കണ്ണില് കൃഷ്ണമണി പോലെ തറയെ വെച്ച ഉറുമ്പരിക്കുവോ, തലയിൽ വെച്ച പേനരിക്കുവോ എന്ന് പറഞ്ഞിട്ട് നിന്നിങ്ങനെ ല്ലേ. എന്നിട്ട് നിനക്ക് ശരി സമ്മതിച്ചു എന്നാ പറയണേട്ടാ അവൻ. ഞാൻ അങ്ങനെയൊന്നും അധ്യക്ഷത്തെ ശരി സമ്മതിച്ചു പോലെ. എന്റെ അമ്മയുടെ മനസ്സ് തങ്ക മനസ്സ് തന്നെയാണ്. എന്താ അങ്ങനെ പറയണേ? എന്തായാലും ഈ പാട്ട് ഏറ്റെടുത്ത് നന്നായി പരിപാടി. അവന് ഫെബ്രുവരിയില് മറ്റേ എന്താണ് രോഗി ബന്ധു സംഗമം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവൻ ഏറ്റെടുത്ത പാട്ടാണ് കേട്ടോ. അമ്മ മനസ്സ് തങ്ക മനസ്സ് പാടാന്ന്. അവനെല്ലാം മമ്മിയല്ലേ, അവനിങ്ങനെയൊക്കെ പറഞ്ഞല്ലേ. അവൻ അമ്മ കഴിഞ്ഞിട്ടുള്ളല്ല. അവനിങ്ങനെ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഉദിയത് അവൻ്റെ അടുത്ത് ഒന്ന് അല്ലേ കണ്ണാ. അമ്മച്ചി ഈ മുറ്റും മുത്തിന് ഈ അമ്മയുള്ളോ? അമ്മന് മുച്ചി അമ്മച്ചിരി ഇപ്പൊ ഉമ്മച്ചിട്ടും ഉമ്മച്ചിട്ടും അങ്ങനെ കിടക്കുക. അപ്പൊ എനിക്കത് ശീലമായി അവൻ്റെ കൂടെ കൂടി. പിന്നെന്താ വേറെ വിശേഷങ്ങള്? വേറെ വിശേഷമൊന്നുമില്ലേ. കാവടി വരാൻ പോണ് അടുത്ത മാസം 13-ാം തീയതി നമ്മുടെ മണലാർക്കാവ് വേല കാവടി മഹോത്സവാട്ടാ. അതായത് രാവിലെ കാവടി ഉണ്ടാവും, ഉച്ചയ്ക്ക് പൂരം ഉണ്ടാവും. ഈ തവണ 2 സെറ്റുകാർ വീരനാട്യം കൊണ്ടിട്ടുണ്ട്. ഇപ്പൊ വീരനാട്യമാണല്ലോ എല്ലാവർക്കും. ഞങ്ങളുടെ ഭാഗത്തുള്ള സെറ്റുകാർ ഇവിടെ നിന്നാണ്, വയനാട്ടിൽ നിന്നാണ് കൊണ്ടിരുന്നത് വീരനാട്യം. അതെങ്ങനെയാന്നറിയില്ല, പിടിക്കാൻ പറ്റി ഞാൻ പിടിച്ചല്ല ഇടുക ചെയ്യാട്ടാ അല്ലേ. ചക്രമുത്തേ, ഈ കുട്ടിക്ക് ഓട്സ് ഉണ്ടാക്കണത് കഴിഞ്ഞാൽ, കാരണം ഇന്ന് തിരുവാതിരക്കളി പ്രാക്ടീസ് ഉണ്ട്. നാളെ ടീച്ചർക്ക് വരാൻ പറ്റില്ലാണ്, പഠിപ്പിക്കുന്ന ടീച്ചർക്ക്. അവിടെ പോരാത്ര സിന്ധു ചേച്ചി അമ്മയുടെ അവിടെ അല്ലല്ല, അമ്മ വീട്ടിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അരിയന്നൂരാവും. അപ്പൊ അവിടെ പോരാ. ഇതുകൊണ്ട് ദാനന്ദൂനെ പല്ല് തേപ്പിക്കുമ്പോൾ ഇടുന്ന ഷോളാ, നേരത്തൊക്കെ വെള്ളാവാതിരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ചുരിദാറിൻ്റെ പഴയ ഷോളുകളൊക്കെ ഞാൻ കളയിലൊക്കെ എടുത്തു വെക്കും. മോന് പല്ല് തേപ്പിക്കുമ്പോൾ അങ്ങനെ കഴുത്തിലിട്ട് കൊടുക്കാൻ കുറച്ച് കഴിയുമ്പോൾ ഇത് കീറും. അപ്പൊ പിന്നെ പുതിയ വേറെ എടുക്കും. പുതിയത് വെച്ചാൽ ഞാനിങ്ങനെ പിന്നെ നല്ല ഭംഗിയുണ്ടാ. എന്താ പറഞ്ഞേ? ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഷർട്ടോ? ഈ ഷർട്ട് നീ എന്നും ഷോള്. ഈ ഷോൾ എന്നും പല്ലിപ്പിക്കപ്പെടുന്നതല്ലേ. എന്നിട്ട് ഇപ്പോഴാ ഭംഗി കണ്ട ഫസ്റ്റ്. ഞാനിപ്പോൾ അവിടെ ആരുടെയാണെന്നറിയില്ല. വല്യമ്മടി എൻ്റെ അളവ് വെച്ച് നോക്കണം. കാരണം ചേച്ചിക്ക് ചെറിയൊരു തടിയും തന്നെ കാട്ടണം.
ചേച്ചി ഇതുവരെ സ്ക്രീനിൽ വന്നിട്ടില്ല ആൾ. ഞാൻ അങ്ങനെയുള്ള താല്പര്യമില്ലാത്ത ആളാണ്. ഇത് വല്യമ്മയുടെ വല്യമ്മയ്ക്ക് ഇത്തിരി അരവണ്ണം കൂടുതലാണ്. ഇത് കഴിഞ്ഞ എന്താ പണി? ഇത് തിരുവാതിരക്കളിയുടെ ഇത് കഴിഞ്ഞ എന്താ പണി? ബിസ്ക്കറ്റാട്ടാ. ഇത് കഴിഞ്ഞ എന്താ പണി? വെച്ചായി അല്ല വല്യമ്മടെ ഇത് ഞാൻ ഓട്സ് ഉണ്ടാക്കണം. അതിന് 7 മണിക്ക് പോണോ എവിടേക്ക്? അയ്യോ എന്റെ കുട്ടാമ്മ പറഞ്ഞിട്ട് തിരുവാതിരക്കളി പ്രാക്ടീസ് 7 മണിക്കാ? 7 മണിക്ക് ആസം ചേച്ചി അപ്പൊ എപ്പോഴാ വരിക പോയിട്ട്? 8 മണിക്ക് വരും. കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ആരെയാ? പിന്നത്തെ ചെറിയ വിശേഷങ്ങൾ ഇതിനോട് ഇതൊക്കെയാണ് കേട്ടാ. നാമഞ്ചലിക്കോട്ടെ കുട്ടാ. നോക്കിയേ എല്ലാവർക്കും ഒരു ഹായ് പറയൂ നോക്കിട്ട്. പൊന്തി വരണേ. ഹായ് ഹായ്. അപ്പം ഞങ്ങളെ ഈ അമ്മേനും മോനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ വലിയ കമൻറ്റും ലൈക്കും ഷെയറൊക്കെ തരണം കേട്ടോ. ബൈ. ബൈ. കയ്യിൽ മൈലാഞ്ചി ഇട്ടതാണ്. തിരുവാതിരക്കളിയുടെ മൈലാഞ്ചി 2 കയ്യിലുണ്ട്.